ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന അധ്യായങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നത്തെ അല്പസമയത്തെ തിരുവചന പഠനത്തിനായി ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വിശുദ്ധ വേദഭാഗം പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായമാണ്. 12-ാമത്തെ അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പൗലോസ്ലീഹ ക്രിസ്തീയ വിശ്വാസ ജീവിതം ഒരു ഓട്ടക്കളത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതാരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ആകയാൽ വിശ്വാസികളുടെ വലിയ ഒരു സമൂഹം, അത് വ്യക്തമായിട്ട് പറയുന്നത് സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നതാകയാൽ നമ്മളുടെ വിശ്വാസ ജീവിതമാകുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസികളുടെ ക്രിസ്തീയമായ പ്രയാണത്തിൽ അത് ഒരു ഓട്ട മത്സരം പോലെയാണ്. ആ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്നവരായ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹമുണ്ട്. ആ സമൂഹം നമ്മളുടെ ഓട്ടത്തെ വീക്ഷിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപക്ഷെ അവർ തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓട്ടം പൂർത്തിയാക്കി ഇന്ന് ആ ഓട്ടക്കളത്തിന് പുറത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ഓടുന്നതായ ഈ തലമുറയെ ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും ഓട്ടം ഓടി തികയ്ക്കുവാനും തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ ആവേശം കൊള്ളിപ്പിക്കുന്ന ഒരു വേദചിന്തയാണ് പൗലോസ്ലീഹ ഇവിടെ നൽകുന്നത്. ക്രൈസ്തവ വിശ്വാസ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തിനോട് ഉപമിച്ചുകൊണ്ട് പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 9-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഓട്ടക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നു എങ്കിലും ഒരുവൻ മാത്രമേ സമ്മാനം നേടുന്നുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളും സമ്മാനം നേടുവാൻ തക്കവണ്ണം ഓടുവീൻ. മത്സരിക്കുന്ന ഓരോരുത്തരും സകല കാര്യങ്ങളിലും ആത്മനിയന്ത്രണം അഭ്യസിക്കുന്നു. അവർ വാടുന്ന കിരീടം നേടുന്നു, നാം ആകട്ടെ വാടാത്ത കിരീടം നേടുന്നു എന്ന് പൗലോസ്ലീഹ കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിൽ നമ്മെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നത് സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഓട്ടം തികയ്ക്കുവാൻ നമുക്ക് സാധിക്കണം. ഏത് ഒരു ഓട്ടമത്സരമായിരുന്നാലും അതിന് ഒരു ഒരുക്കമില്ലാതെ നമുക്ക് ഓടുവാനായിട്ട് സാധ്യമല്ല. ഏത് കാര്യങ്ങൾ അനുഗ്രഹകരമായി നിവർത്തിക്കണമെങ്കിലും അതിന് ഒരു പ്രിപ്പറേഷൻ, ഒരു ഒരുക്കം ആവശ്യമാണ്. ഒരുക്കമില്ലാത്ത അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ പലപ്പോഴും അത് പൂർത്തീകരിക്കാതെ പരാജയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും മാറും. അതുകൊണ്ട് പൗലോസ്ലീഹ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ക്രിസ്തീയമായ ഒരു ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്താണ് ആ ഒരുക്കം? അവിടെ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മെ സ്വാധീനിച്ചിട്ടുള്ള, നമ്മളുടെ ജീവിതവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള സകല പാപങ്ങളെയും, മുറുകെ പറ്റുന്ന സകലവിധമായ തിന്മയുടെ അനുഭവങ്ങളെയും നമ്മിൽ നിന്ന് ഒഴിവാക്കുവാനായിട്ട് സാധിക്കണം. മുറുകെ പറ്റുന്ന പാപങ്ങളെ മാറ്റണം. സകല ഭാരങ്ങളും മാറണം.
അങ്ങനെ ആത്മശോധനയിലൂടെ നമ്മളുടെ കുറവുകളെ ഇല്ലാതെ ആക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു എങ്കിലേ നമ്മളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സാധിക്കൂ. വലിയ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് ആർക്കും ഓടിയെത്തുവാനായിട്ട് സാധ്യമല്ല. ആ ഭാരങ്ങളെ ഒഴിവാക്കണം. അതുപോലെ തന്നെ നമ്മിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകളെ ഇല്ലാതെയാക്കണം. അതിന് ഒരു പരിശീലനം ആവശ്യമാണ്. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന താരങ്ങൾ എത്രയോ നാളുകൾ പരിശീലിച്ചതിന് ശേഷം, അഭ്യസിച്ചതിന് ശേഷമാണ് ആ പരിശീലനം കഴിഞ്ഞാണ് അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ചിട്ടയായ ഒരാത്മീയ ശിക്ഷണത്തിലൂടെയും ജീവിതത്തിലൂടെയും നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട് ഒരുക്കപ്പെട്ടവരായി ദൈവസന്നിധിയിൽ നമ്മളുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മളെ തന്നെ ശ്രദ്ധയോടെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. മാത്രമല്ല, നമ്മളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ സാധിക്കണം. ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് മറ്റ് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ കേൾക്കുവാനും മറ്റുള്ള ലോക കാര്യങ്ങളിൽ വ്യാപരിക്കുവാനുമായിട്ട് നമ്മളുടെ മനസ്സ് പിൻവാങ്ങുമ്പോൾ നമുക്ക് മുൻപോട്ടുള്ള ഗമനം അസാധ്യമായി തീരും. പിന്നിലോട്ട് ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ പിന്നിലോട്ടാണ് നമ്മളുടെ ശ്രദ്ധയെങ്കിൽ മുന്നിലുള്ള ലക്ഷ്യത്തെ പ്രാപിക്കുവാനായിട്ട് നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സത്യവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം. ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവായ യേശു ക്രിസ്തു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശു ക്രിസ്തുവിനെ നോക്കണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. യേശു ക്രിസ്തുവിനെ നോക്കി നമ്മളുടെ ഓട്ടം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കണം. നമ്മളുടെ ശ്രദ്ധയും നമ്മളുടെ ഓട്ടവും നമ്മളുടേതായ നോട്ടങ്ങളും ഒക്കെ പലപ്പോഴും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിപ്പോകുമ്പോൾ അവിടെ നമുക്ക് പരാജയമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ നസറായനായ യേശുവിനെ നോക്കി വിശ്വാസ ജീവിതത്തിൽ ദുർബല ഹൃദയമുള്ളവരായി തളർന്നു പോകാതെ ലോകരക്ഷകനായ വിശ്വാസത്തിൻ്റെ നായകനായ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം സ്ഥിരതയോടെ ഓടുവാൻ സാധിക്കണം. അതിനുവേണ്ടി നമ്മെ തന്നെ ഒരുക്കി സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. വീണ്ടും 5 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ ചില ശിക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും: മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? മകനെ, കർത്താവിൻ്റെ ശിക്ഷണം നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ തളർന്നു പോകുകയും അരുത്. മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമുണ്ട് എങ്കിൽ ഒരുപക്ഷെ അവരുടെ കുറവുകൾ കാണുമ്പോൾ, അവരുടെ തെറ്റുകൾ കാണുമ്പോൾ അവരെ ശാസിക്കാറുണ്ട്, ശിക്ഷകൾ കൊടുക്കാറുണ്ട്. ഒരുപക്ഷെ ലോകപരമായിട്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ കാരണം കൂടാതെ ശിക്ഷിക്കപ്പെടുന്നവർ ഈ ലോകത്തിലുണ്ട്. തെറ്റിദ്ധാരണ മൂലം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നവരുണ്ട്. എന്നാൽ നമ്മളുടെ കർത്താവായ, നമ്മളുടെ ദൈവമായ, സകലത്തിലും മതിയായവനായ ന്യായാധിപനായ ദൈവത്തിന് ഒരിക്കലും അങ്ങനെ നമ്മളെ ശിക്ഷിക്കുവാനായിട്ട് കഴിയുകയില്ല. ആത്മീയമായ ജീവിതത്തിൽ ആത്മീയ പിതാക്കന്മാർ നശിച്ചു പോകുവാൻ വേണ്ടിയല്ല നമ്മെ ശാസിക്കുന്നത്, നമ്മളുടെ കുറവുകളെ തിരുത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, ജീവിതത്തിൽ ചില ശാസനകളും ശിക്ഷകളുമൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നമ്മെ കൂടുതൽ ശുദ്ധീകരിക്കുവാനും കൂടുതൽ ശക്തീകരിക്കുവാനും ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ നമുക്ക് കരുതലായി തരുന്നു. ഞാൻ വേദന അനുഭവിക്കുമ്പോൾ ദൈവം അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു. ഞാൻ രോഗത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ, ഞാൻ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ ചാരത്തിരിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, എന്നെ തഴുകുന്ന ഒരു യേശുതമ്പുരാനെ കാണുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് ശിക്ഷകളും ശാസനങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് തരുമ്പോൾ അത് നമ്മളെ ശുദ്ധീകരിക്കുവാനും ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ബലപ്പെടുത്തുവാനും ദൈവത്തോട് കൂടുതൽ അടുത്ത് ചേരുവാനുമുള്ള അവസരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് തരുമ്പോൾ അതിനെ അലക്ഷ്യമാക്കുവാനോ അഗണ്യമാക്കി കളയുവാനായിട്ടോ ഇടയാകരുത്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ചില പ്രമാണങ്ങൾ ഇവിടെ 14-ാമത്തെ വാക്യം മുതൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, നിങ്ങളെല്ലാവരോടും സമാധാനമായിരിക്കുക. അത് സഭാംഗങ്ങൾ തമ്മിലായിരുന്നാലും ഭവനത്തിലെ കുടുംബാംഗങ്ങൾ തമ്മിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്കും നിങ്ങൾക്കും സമാധാനമുള്ളതായി തീരണം. വിശുദ്ധ കുർബാന അനുഭവത്തിൽ പ്രധാന പുരോഹിതൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനമുണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ആ ദൈവികമായ സമാധാനം സ്വീകരിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഒരുക്കത്തോടുകൂടി അതിനെ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി തീർക്കുവാനുള്ള ഒരു അനുഭവം കൂടെ നമുക്കുണ്ടാകണം. നമ്മളെ കാണുന്നവരോടും സംസാരിക്കുന്നവരോടും ഇടപെടുന്നവരോടുമൊക്കെ ആ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു പ്രസന്നത, തെളിച്ചം, ഹൃദയവിശാലത നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ക്രിസ്തീയ മക്കളായി ക്രിസ്തുവിൻ്റെ അനുകാരികളായി തീരുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത്, നിങ്ങൾ വിശുദ്ധിയുള്ളവരാകണം. വിശുദ്ധി പാലിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ കാണുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു എന്ന് തിരുശരീരത്തിൽ അനുഭവിക്കുവാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നവർ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ തെളിമ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിൽ ഒരിക്കലും പ്രതിച്ഛായ കാണുവാൻ സാധ്യമല്ല. വെള്ളം തെളിഞ്ഞു കിടക്കുമ്പോൾ ഒരു കണ്ണാടി പോലെ നമ്മളുടെ മുഖം നമുക്ക് അവിടെ പ്രതിബിംബം കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളുടെ ജീവിതത്തിലും വിശുദ്ധിയുടെ തെളിമ, ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായ നമ്മളിൽ തെളിഞ്ഞു കാണുവാൻ തക്കവണ്ണം നമ്മളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സാധിക്കണം. വീണ്ടും പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ, ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വിദ്വേഷങ്ങളെ മാറ്റിക്കളയണം. വെറുപ്പ്, കോപം, പക, വിദ്വേഷം ഇതൊന്നും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും നിങ്ങളുടെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ കള്ളന്മാരാണ്. ഒരിക്കലും സഹോദരങ്ങളെ സ്നേഹിക്കാത്തവന് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് കഴിയുകയില്ല. എൻ്റെ കർത്താവും അരുളി ചെയ്തതാണ്, എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. പുതിയ ഒരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിപ്പീൻ. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വിദ്വേഷത്തെയെല്ലാം മാറ്റിക്കളയണം. വീണ്ടും പറയുകയാണ്, 16-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ സന്മാർഗത്തിൽ വളരണം. നന്മയുടെ മാർഗം, കാപട്യം, തെറ്റായ ജീവിത രീതികൾ, തിന്മപ്പെട്ട പ്രവൃത്തികൾ, മറ്റുള്ളവരോടുള്ള പക, അനീതി, അഴിമതി ഇതൊക്കെ വെച്ച് പുലർത്തുന്നവർക്ക് ജീവിതത്തിൽ സന്മാർഗമുണ്ടാക്കുവാനായിട്ട് സാധ്യമല്ല. ചില താൽക്കാലികമായ ലാഭത്തിനു വേണ്ടി സത്യത്തെ മറച്ചു വയ്ക്കുവാൻ ശ്രമിക്കുന്നവർ ഈ ലോകത്തിലുണ്ട്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ജ്യേഷ്ഠാവകാശം യാക്കോബിന് കൊടുത്ത യേശാവിനെ നമുക്കറിയാം. അല്പം വിശപ്പ് വന്നപ്പോൾ ദൈവം അവന് കൊടുത്തതായ പൈതൃകമായ അനുഗ്രഹത്തെ അവൻ അല്പം പായസത്തിനു വേണ്ടി, വിശപ്പ് മാറ്റാൻ വേണ്ടി വിറ്റ് കളഞ്ഞ ഒരനുഭവം. പ്രതിസന്ധികൾ വന്നേക്കാം,
പരീക്ഷകൾ വന്നേക്കാം, പ്രലോഭനങ്ങൾ വന്നേക്കാം. എന്നാൽ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരരുത്. സത്യത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അല്പലാഭത്തിനു വേണ്ടി സഹോദരങ്ങളെ ഒറ്റുകൊടുക്കുന്ന, അല്പലാഭത്തിനു വേണ്ടി സന്തോഷം കണ്ടെത്തുവാൻ വേണ്ടി മാതാപിതാക്കളെ ഭവനത്തിൽ നിന്ന് ആട്ടിയിറക്കുന്ന, സ്വാർത്ഥത മൂലം പലവിധമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ധാരാളം വ്യക്തികളെയും കുടുംബങ്ങളെയും ഒക്കെ നമുക്ക് ചുറ്റിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെയൊക്കെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയും അധികാര മോഹങ്ങൾക്കു വേണ്ടിയും ലോകത്തിൻ്റേതായ തിന്മയുടേതായ ഭോഗങ്ങൾക്കു വേണ്ടി, അതിൻ്റെ ഇച്ഛയ്ക്കു വേണ്ടി നന്മയുടെ സുഹൃതങ്ങളെ വിട്ടുകളഞ്ഞ് തിന്മയിലൂടെ യാത്ര ചെയ്യുന്ന അനേകം ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു, നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. ആരോടും വിദ്വേഷം വെച്ച് പുലർത്തുന്നവരായിരിക്കരുത്. എല്ലാവരോടും സമാധാനമുണ്ടാക്കുന്നവരായിരിക്കണം. സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. നന്മയുള്ള മക്കളായി നിങ്ങൾ ജീവിക്കണം. താൽക്കാലിക ലാഭത്തിനു വേണ്ടി ജീവിതത്തിൻ്റെ ധന്യത, വിശുദ്ധി, വെളിച്ചം നഷ്ടപ്പെടുത്തുന്നവരായി തീരരുത്. അങ്ങനെ നമ്മളെ തന്നെ ദൈവമുൻപാകെ ഒരുക്കി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുന്നവനുമായ നസറായനായ യേശുവിനെ നോക്കി നമുക്ക് ഓടുവാനായിട്ട് സാധിക്കണം. വീണ്ടും 18 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള ഒരു വ്യത്യാസം പൗലോസ്ലീഹ ഇവിടെ വരച്ച് കാണിക്കുന്നു. പഴയ നിയമത്തിൽ പലപ്പോഴും തെറ്റുകൾക്ക് ശിക്ഷ കൊടുക്കുന്നതായ, ശാസിക്കുന്നതായ പഴയ നിയമത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത്, നീ അടുത്ത് വരരുത്, അല്ലെങ്കിൽ പാപം ചെയ്തവന് അതിൻ്റേതായ ശിക്ഷകൾ, മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിഞ്ഞ് കൊല്ലുവാനുള്ള ഒരു നിയമങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശിക്ഷയുടെ കഠിന വാക്കുകൾ പഴയ നിയമ ന്യായപ്രമാണത്തിൽ ഒരു ഭീകരതയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എൻ്റെ പാപത്തിനു വേണ്ടി ഞാൻ ശിക്ഷ അനുഭവിക്കാതെ, ഞാൻ മരണം വരിക്കാതെ, എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിനു വേണ്ടി, എൻ്റെ ശിക്ഷകൾക്കു വേണ്ടി എനിക്ക് പകരക്കാരനായി ദൈവത്തിൻ്റെ പുത്രൻ ശിക്ഷ അനുഭവിക്കുകയും ഞാൻ മരിക്കേണ്ടതിന് പകരം അവൻ എനിക്ക് വേണ്ടി മരിക്കുകയും അത്രമാത്രം എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നതായ ഒരു ക്രിസ്തു തമ്പുരാനെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പാരമ്യത കാൽവറി ക്രൂശിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അത്രമാത്രം സ്നേഹമാണ് ദൈവം നമുക്ക് കരുതിയിരിക്കുന്നത്, നൽകിക്കൊണ്ടിരിക്കുന്നത്, നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഉടമ്പടിയിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ കുർബാന സ്ഥാപനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം. വീണ്ടും പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമാകുന്നു. എന്തിൻ്റെ രക്തമാണ്? പുതിയ ഉടമ്പടിയുടെ, പുതിയ നിയമത്തിൻ്റെ രക്തമാകുന്നു. ആ ഒരു പുതിയ ഉടമ്പടിയിലൂടെ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിൻ്റെ സ്വന്തം മക്കളായി തീരുവാൻ തക്കവണ്ണമുള്ള ഒരു അവകാശത്തിലേക്കാണ് ദൈവം തമ്പുരാൻ എന്നെയും നിങ്ങളെയും കൊണ്ടുവന്നിരിക്കുന്നത്. ആ കർത്താവിൻ്റെ രക്തം എനിക്ക് വേണ്ടി ഇപ്പോഴും ദൈവസന്നിധിയിൽ വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷേ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, മരിച്ചുപോയ ഹാബേൽ, കൊല്ലപ്പെട്ടതായ ഹാബേൽ
ആബേലിൻ്റെ രക്തം ദൈവസന്നിധിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം 24-ാമത്തെ വാക്യത്തിൽ അതിപ്രകാരം കാണുന്നു: പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിനും അടുക്കലത്രേ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ കടന്നു വന്നിരിക്കുന്നത് ശിക്ഷിക്കുന്ന, ശാസിക്കുന്ന ഒരനുഭവത്തിലേക്കല്ല, പിന്നെയോ ആബേലിൻ്റെ രക്തത്തേക്കാൾ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന പുണ്യാഹ രക്തം, എൻ്റെ കർത്താവ് കുഞ്ഞാട് അവിടെ എനിക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ മക്കളാക്കി നമ്മളെ തീർക്കുവാൻ തക്കവണ്ണം, ദൈവികമായ അനുഗ്രഹങ്ങളെ നൽകുവാൻ തക്കവണ്ണം അവൻ നമുക്ക് വേണ്ടി സംസാരിക്കുന്നതാകയാൽ ഭയഭക്തിയോടുകൂടി ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം. 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവാനും അനുസരിക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അനുസരിക്കാതെയും പോയ ഇസ്രായേൽ മക്കളുടെ, യഹൂദന്മാരുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ഈ വേദഭാഗങ്ങളിൽ ആദ്യം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ പറയുന്നത് കർത്താവിനെ അനുസരിക്കുവാനും അവനെ ശ്രദ്ധിക്കുവാനും നമുക്ക് സാധിക്കണം. മാത്രമല്ല അവനെ ഭയഭക്തിയോടുകൂടി ആരാധിക്കുവാൻ നമുക്ക് സാധിക്കണം, ഭയത്തോടും വിറയലോടും കൂടെ. ഇതാ മാലാഖമാർ പോലും നേരിട്ട് നോക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന, ശക്തിയില്ലാതെ ഇരിക്കുന്ന അനുഭവം. അവർ രണ്ടുകൊണ്ട് അവരുടെ മുഖം മൂടി, രണ്ടുകൊണ്ട് അവരുടെ കാലുകൾ മറച്ചു, 2 ചിറകുകൾ കൊണ്ടവർ പറന്ന് പറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു. മാലാഖമാർക്ക് പോലും നോക്കുവാൻ കഴിവില്ലാത്ത, കാണാൻ പാടില്ലാത്ത, നോക്കുവാൻ പാടില്ലാത്ത ആ ദൈവത്തെ കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നു. അതുകൊണ്ട് അത്രമാത്രം ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവത്തെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യം. അതുകൊണ്ടാണ് 28-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ഭക്തിയോടും ഭയത്തോടും ശുശ്രൂഷ ചെയ്യാം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആകയാൽ ദൈവസന്നിധിയിൽ ഭക്തിയോടും ഭയത്തോടും നന്ദിയുള്ളവരായും ദൈവത്തെ ആരാധിക്കണമെന്ന് ഇതിൻ്റെ സമാപന വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കണം. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതായ സമയത്തും ഈ സ്തോത്ര അർപ്പണമാണ് നമ്മൾ നടത്തുന്നത്. ഭയത്തോടും ഭക്തിയോടും കൂടെ കർത്താവിനെ സ്തുതിക്കാം. അത് യുക്തവും ന്യായവുമാകുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അങ്ങനെ ദൈവത്തിന് സ്വീകാര്യമായ ജീവിതമായി നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ ഈ അധ്യായത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ സാക്ഷികളുടെ വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റിൽ നിൽക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ഓട്ടം ശ്രദ്ധയോടും ഒരുക്കത്തോടും സ്ഥിരതയോടും ഓടുവാൻ സാധിക്കണം. വിശ്വാസന നായകനും പൂർത്തിവരുന്നവനുമായ നസറായനായ യേശുവിനെ നോക്കുവാൻ സാധിക്കണം. ആ യേശുവിൻ്റെ സ്വഭാവം നമ്മിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മെ സമർപ്പിക്കണം. ദൈവത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കണം. സ്വീകരിക്കുമ്പോൾ അവിടെ ദൈവപ്രകാശമുണ്ടാകും, ആത്മപ്രകാശമുണ്ടാകും, ദൈവികമായ ബോധ്യമുണ്ടാകും. ഭൗതികമായ ഇഷ്ടങ്ങളെക്കാൾ ആത്മീയതയെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും, ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മളുടെ വഴികൾ ദൈവികമായി തീരും. പിന്നെ തിന്മയുടെ വഴികൾ, പിന്നോട്ടുള്ള നോട്ടം, പിന്നോട്ടുള്ള ശ്രദ്ധ, ഇതൊന്നും എന്നെ സ്വാധീനിക്കുകയില്ല. കാരണം എൻ്റെ നോട്ടവും എൻ്റെ ലക്ഷ്യവും എൻ്റെ കർത്താവാണ്. അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ, തേജസ്സിൻ്റെ കിരീടം പ്രാപിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ലക്ഷ്യബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ വിശ്വാസസ്ഥിരതയോടുകൂടി യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.